SIR-ന്റെ രക്തസാക്ഷിയാണ് BLO അനീഷ് എന്ന് KC വേണുഗോപാൽ MP. ധൃതി പിടിച്ച് യാതൊരു മുന്നൊരുക്കങ്ങളും എടുക്കാതെ ജീവനക്കാരുടെ മേൽ അമിതഭാരം ഏൽപ്പിച്ച് ഏത് വിധേനയും SIR പൂർത്തിയാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുകയാണെന്നും MP കുറ്റപ്പെടുത്തി. ധൃതി പിടിച്ച് യാതൊരു മുന്നൊരുക്കങ്ങളും എടുക്കാതെ ജീവനക്കാരുടെ മേൽ അമിതഭാരമേൽപ്പിച്ച് ഏത് വിധേനയും SIR പൂർത്തിയാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിന്റെ രക്തസാക്ഷിയാണ് BLO അനീഷ് എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. കോൺഗ്രസ് പേരയം മണ്ഡലം കമ്മിറ്റി പുതുതായി നിർമ്മിച്ച ഉമ്മൻചാണ്ടി ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. അനീഷിന്റെ ആത്മഹത്യയുടെ ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുന്ന കർമ്മ പരിപാടിയായി SIR മാറിയിരിക്കുകയാണെന്ന് KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തി. ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ജനതയ്ക്ക് അത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതൊന്നും കാണുന്ന ഒരു സർക്കാരല്ല കേരളം ഭരിക്കുന്നത്. കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷത്താണ്. മാർക്സിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം BJP-കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരുടെയും പൊതുശത്രു കോൺഗ്രസ് ആണ്. ഇപ്പം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കണ്ടു. അവിടെ ഇന്ത്യ മുന്നണി ഒന്നിച്ചാണ് മത്സരിച്ചത്. കോൺഗ്രസ് 55 സീറ്റിൽ മത്സരിച്ചു, ഇടതുപക്ഷം എല്ലാം കൂടി 33 സീറ്റിൽ മത്സരിച്ചു. അവിടെ യഥാർത്ഥ വില്ലൻ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം തന്നെ നിഷേധിച്ചുകൊണ്ട് SIR കൊണ്ടുവന്നു. 65 ലക്ഷം വോട്ട് നീക്കം ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം 10,000 രൂപ വെച്ച് സർക്കാരിന്റെ പണം വോട്ടർമാരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുത്തു. PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, MM നസീർ, A ഷാനവാസ് ഖാൻ, സൂരജ് രവി, P ജർമിയാസ്, രാജു D പണിക്കർ, അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര, E മേരിദാസൻ, കല്ലട രമേശ്, കുരിപ്പള്ളി സലീം, K ബാബുരാജൻ, AK പ്രസന്നകുമാർ, സുനിൽ ജോസ്, മനു സോമൻ, രാജേന്ദ്രൻ പിള്ള, കല്ലട വിജയൻ, റേച്ചൽ ജോൺസൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.